ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരുപാട് നോ കോൺടാക്ട് സിറ്റുവേഷൻ പോലുള്ള സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ പലരും ഈ ഒരു സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടാവാം. മേ ബി ആ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ടാവാം. നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും അകന്നു മാറുന്നു എന്നുള്ള ഒരു കാര്യം ആ വ്യക്തി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഇത്രയും നാളും ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാനുള്ള ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്ന ആ അകൽച്ച മനോഭാവം മാറുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ആ വ്യക്തി അതിന് ശേഷം നിങ്ങളുമായിട്ടുണ്ടായിരുന്ന വളരെ സന്തോഷകരമായ ദിനങ്ങൾ വീണ്ടും തിരിച്ചു വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളാണ് ആ വ്യക്തിയുടെ ലൈഫിലെ പ്രകാശം ആയിരുന്നത് എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. മറ്റെന്ത് വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് അവരുടെ ലൈഫിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ വിലമതിക്കാനാവാത്ത ഒരു പേഴ്സണാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. മേ ബി ആ വ്യക്തിക്ക് എന്തെങ്കിലും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നാൽ പോലും നിങ്ങളോടുള്ള അഗാധമായ സ്നേഹം, നിങ്ങളോടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ ആ വ്യക്തിക്ക് ഒരുപാടുണ്ട്. ഇത്രയും നാളും ആ വ്യക്തി ഒത്തിരി സെൽഫ് ഫോക്കസ്ഡ് ആയിരുന്നു. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് വളരെയധികം ബിസി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. മേ ബി നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യുന്നില്ലായിരിക്കാം, മെസ്സേജിന് പ്രോപ്പറായിട്ട് റിപ്ലൈ തരുന്നില്ലായിരിക്കാം. അങ്ങനെ നിങ്ങളെ ഒത്തിരി അവഗണിച്ചിട്ടുണ്ടായിരുന്നൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തു പോയൊരു സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളുടെ ആ ഒരു റിയൽ വർത്ത് മനസ്സിലാവുകയാണ്. ഒരു നിമിഷം പോലും അവർക്ക് നിങ്ങളെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അവരുടെ മനസ്സിലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ നിങ്ങൾ തന്നെയാണ്. യെസ്, കൂടുതൽ പേർക്കും ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ തന്നെയാണ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു ട്വിൻ ഫ്ലെയിം റീയൂണിയൻ സാധ്യത ഒരുപാട് കാണുന്നുണ്ട്. അവർക്ക് അവരുടെ ഹൃദയത്തിൽ നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം ഓവർഫ്ലോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം, പക്ഷെ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഓവർഫ്ലോയിങ് ലവ് ഉണ്ട്. ഇത്രയും നാളും അവർ ഒരു അന്ധകാരത്തിൽപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു ആ ഒരു പേഴ്സൺ എങ്കിലും ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് മനസ്സിലാവുകയാണ് അവരുടെ ലൈഫിലെ വെളിച്ചം നിങ്ങളായിരുന്നു എന്നവർ റിയലൈസ് ചെയ്യുന്നൊരു സമയമാണ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജസ്റ്റിസ്, നിങ്ങളോട് അവർ കാണിച്ച അവഗണന, അതിനെല്ലാം ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. വളരെ ഡീപ്പായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. കാരണം ഈ ഒരു വ്യക്തി ഈ ഒരു സാഹചര്യം നിങ്ങളിൽ പലരും ലെറ്റ് ഗോ ചെയ്ത് പോയിരിക്കുകയാണ്. കാരണം ഇത്രയും നാളും നിങ്ങൾ ആ വ്യക്തി കോൺടാക്റ്റ് ഇല്ലാതിരിക്കുമ്പോഴോ പിണങ്ങിയിരിക്കുമ്പോഴോ നിങ്ങളാണ് കൂടുതലും ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും അവരോട് അങ്ങോട്ട് ചെല്ലും, നിങ്ങൾ അങ്ങോട്ട് കോൺടാക്റ്റിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത ആ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തന്നെ വേണ്ടാന്ന് വിചാരിച്ചപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ ഒരു നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്തയാണ് ആ വ്യക്തിക്കിപ്പോൾ. ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു തീരുമാനം ആ വ്യക്തിയെ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളെ ലൈഫിലേക്ക് വീണ്ടും തിരികെ വിളിക്കണമെന്നും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ആ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പോയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ആ വ്യക്തി ഓർക്കുന്നുണ്ടാവും. അതുപോലൊരു സിറ്റുവേഷൻ വീണ്ടും അവരുടെ ലൈഫിലേക്ക് വരണമെന്ന് ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. എത്ര തന്നെ റിസ്ക് എടുത്തിട്ടായിരുന്നാലും ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരണം, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഇപ്പോൾ ഒരുപാടുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്.
നിങ്ങളുടെ ഡിസിഷൻ എന്താണോ അത് അങ്ങനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾ എടുത്തത് വളരെ വളരെ റൈറ്റ് ടൈമിലാണ് എടുത്തത്. മേ ബി അത്തരമൊരു കാര്യം നിങ്ങൾക്ക് ഇൻഡ്യൂഷണലി തോന്നിയ ഒരു കാര്യമായിരിക്കാം ഇങ്ങനൊരു സാഹചര്യത്തിലോട്ട് പോകണമെന്നുള്ളത്. പലരും ഒരുപാട് പേര് അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ നിങ്ങൾ അങ്ങനെ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കിയാൽ മേ ബി നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പുതിയ പ്രകാശം വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്കൊരു റീയൂണിയൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഫോളോ ചെയ്യാം. അതായത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, കോൺടാക്റ്റ് എല്ലാം മാറി അവർ മറ്റേതോ ഒരു അംബീഷനുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. മേ ബി മണി റിലേറ്റഡ് പ്രോബ്ലം തന്നെ ആയിരിക്കാം. അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് കാര്യങ്ങളിൽ അവർ സ്ട്രഗിൾ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫിനാൻഷ്യലി അവർ ഒത്തിരി പിന്നിലോട്ടായിരുന്നു. ഫിനാൻഷ്യലി അവർക്ക് ഒത്തിരി സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്ന സമയമായിരുന്നു. അവർക്ക് കരിയറിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓർമ്മകൾ അവർക്ക് വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. പലർക്കും നിങ്ങളുമായിട്ട് ഒരു വേർപിരിഞ്ഞ ഒരു സാഹചര്യം അവർക്ക് ഫേസ് ചെയ്യാൻ പോലും സഹിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. അവർക്ക് നിങ്ങളില്ലാതെ ഈ ഒറ്റപ്പെട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അവരുടെ ഹൃദയം കീറി മുറിക്കുന്ന അത്രയും വേദനാജനകമാണ് എന്നവർക്ക് ഫീൽ ചെയ്യാണ്. നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നവർക്ക് അവരുടെ ലൈഫ് വളരെ ശൂന്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന ആ ഒരു പ്രകാശം നിങ്ങളുടെ ആ ഒരു പ്രണയമായിരുന്നു എന്ന് അവർ തിരിച്ചറിയുന്നു. മേ ബി ആ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ട്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ഭയം അവർക്കുണ്ട്. ചില പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനേക്കാളും മൂല്യമുള്ളത് അവരുടെ ലൈഫിലെ ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് എന്നവർ കരുതിയാണ് അവർ നിങ്ങളെ വിട്ടിട്ട് പോയത്. ആ ഒരു സാഹചര്യം ഓർത്ത് അവരിപ്പോൾ ഒരുപാട് വിഷമിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു പേഴ്സണെ ലൈഫിൽ നിന്നും അകറ്റിയതിന് അവർ ഒരുപാട് ഒരുപാട് പശ്ചാത്തപിക്കുന്ന ഒരു സാഹചര്യമാണ്.